ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ ഫിഖ്ഹുൽ മുആമലാത്തിൽ മാലിയ എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക ഇടപാടുകളുടെ കർമ്മശാസ്ത്രം എന്ന പേരിൽ ഒരു വിജ്ഞാന ശാഖയുണ്ട്. ആ വിജ്ഞാന ശാഖയെ പരിചയപ്പെടുത്തുക, അതിലെ നിയമങ്ങളെ പരിചയപ്പെടുത്താനല്ല, മറിച്ച് ആ വിജ്ഞാന ശാഖയെക്കുറിച്ച് പരിചയപ്പെടുക, അതെന്താണ് എന്നും, അത് പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഏതൊക്കെ തിയറികളെ ബേസ് ചെയ്താണ് ഈ വിജ്ഞാന ശാഖ നിലകൊള്ളുന്നത് എന്നും, ഏതൊക്കെ അടിസ്ഥാന തത്വങ്ങളാണ് ഈ വിജ്ഞാന ശാഖയുടെ അടിസ്ഥാനങ്ങൾ എന്നും പരിചയപ്പെടുക എന്നതാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പിന്നീട് വരുന്ന ഓരോ സിംഗിൾ മാറ്റേഴ്സിലും അതിൻ്റെ സ്പെസിഫിക് ആയ റൂള് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്നതാണ് നമ്മുടെ ഒരു അനുഭവം. അപ്പോൾ ആ നിലക്കാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. അപ്പം ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ വിഷയം പഠിച്ചിട്ടുള്ളതും എൻ്റെ വായനയും ഒക്കെ അതിൻ്റെ മീഡിയം അറബിക്കാണ്. ഇവിടെ അത് അവതരിപ്പിക്കാൻ വേണ്ടി ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില ടേംസ്, ചില പ്രയോഗങ്ങൾ ഒക്കെ ചിലപ്പോൾ തെറ്റിയതുണ്ടാവും. അപ്പോൾ അതിനെ എല്ലാവരും അതേപോലെ എടുക്കരുത്. അറിയുന്നവർ അത് തിരുത്തേണ്ടതിനെ, ഷമീൽ സാഹിബിനെ പോലെയുള്ള ആളുകൾ ഉണ്ട് ഇവിടെ, തിരുത്തേണ്ടതിനെ തിരുത്തണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ പരമാവധി മലയാളത്തിലും അറബി ഭാഷയിലെ ടേംസും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫിഖ്ഹുൽ മുആമലാത്തിൽ മാലിയ എന്നതാണ്. അപ്പോൾ ഇത് ഫിഖ്ഹ് എന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലെ ഒരു ശാഖയുടെ വരുന്ന ഒന്നാണ് ഫിഖ്ഹുൽ മുആമലാത്തിൽ മാലിയ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ഇസ്ലാം, അതിനാണ് നമ്മൾ ശരീഅത്ത് എന്ന് പറയാം. ശരീഅത്തിന് ജനറലായ ഒരു മീനിങ്ങും ഡെഫിനിഷനും സ്പെസിഫിക് ആയ ഒരു ഡെഫിനിഷനും ഉണ്ട്. ജനറലായ ഡെഫിനിഷൻ അനുസരിച്ച് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം ഇസ്ലാമിക നിയമങ്ങൾക്ക് പറയുന്ന പേരാണ്. മൊത്തം ഇസ്ലാമിക നിയമങ്ങൾ അഥവാ ശരീഅത്ത് നിയമങ്ങൾ പണ്ഡിതന്മാർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അടിസ്ഥാനപരമായിട്ട് നമുക്ക് മറന്നു പോകാൻ പാടില്ലാത്ത കാര്യം, ശരീഅത്ത് നിയമങ്ങളുടെ, ഇസ്ലാമിക നിയമങ്ങളുടെ പ്രാഥമിക സോഴ്സുകളായ ഖുർആനിലും സുന്നത്തിലും ഈ നിയമങ്ങളൊക്കെ വേർതിരിക്കാതെയാണ് ഉള്ളത്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാറ്റഗറൈസേഷനൊക്കെ വൈജ്ഞാനികമായ അക്കാദമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നീട് ഉണ്ടായതാണ്. ഖുർആനിൽ ഇതൊന്നും തരംതിരിച്ചല്ല ഉള്ളത്, എല്ലാം കൂടിക്കലർന്നാണ് നിയമങ്ങൾ ഉള്ളത്. ഖുർആന്റെ ഒരു രീതി അതാണ്, സുന്നത്തിൻ്റെയും ഒരു രീതി അതാണ്. അതേസമയത്ത് പിൽക്കാലത്ത് പണ്ഡിതന്മാർ വൈജ്ഞാനിക വികാസത്തിന്റെ ഭാഗമായി, അത് ഏത് മേഖലയിലുമുള്ള വൈജ്ഞാനിക വികാസത്തിന്റെ ഒരു സ്വഭാവം അതാണ്, വികാസം പ്രാപിക്കുന്നതിനനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ പുതിയ പുതിയ വിജ്ഞാന ശാഖകൾ സ്പെഷ്യലായിട്ട് രൂപപ്പെട്ടു വരും. അതാണ് വൈജ്ഞാനിക രംഗത്ത് സംഭവിക്കുക. അപ്പോൾ അതേപോലെ ഇസ്ലാമിക നിയമങ്ങളിലും ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ, ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക നിയമങ്ങൾ 3 കാറ്റഗറികളിലുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് അഖീദ നിയമങ്ങൾ എന്നാണ് പറയുക, രണ്ടാമത്തത് അനുഷ്ഠാന നിയമങ്ങൾ, അമലിയായ നിയമങ്ങൾ എന്നാണ് പറയുക, മൂന്നാമത്തത് അഖ്ലാഖിയായ നിയമങ്ങൾ എന്നാണ് അതിന് പറയുക. അഖീദ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ആൻഡ് ബിലീഫ് ആണ്, വിശ്വാസമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം നിർബന്ധമായും വിശ്വസിക്കേണ്ടുന്ന പരമയാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലെ അഖീദ നിയമങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അമലിയായ നിയമങ്ങളാണ്. അൽ അഹ്കാമു ശർഇയ്യ അൽ മുതഅല്ലിഖ ബി അഅമാലിൽ മുക്കല്ലഫീൻ, മുക്കല്ലഫായ മനുഷ്യൻ എന്ന് പറയും. ഒരാൾക്ക് ദീനീ നിയമങ്ങൾ ബാധകമാകുന്ന അവസ്ഥക്കാണ് തക്ലീഫ് എന്ന് പറയാം. തക്ലീഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങൾക്ക്, തൻ്റെ ജീവിതത്തിന് റെസ്പോൺസിബിൾ ആവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ മുക്കല്ലഫാകുന്നത് അയാൾക്ക് പ്രായപൂർത്തിയും ബുദ്ധിസ്ഥിരതയും ഉണ്ടാകുന്നതോടുകൂടിയാണ്. അതോടുകൂടി ഒരാൾ മുക്കല്ലഫായി, അയാൾക്ക് ഇസ്ലാമിക നിയമങ്ങൾ ബാധകമായി തുടങ്ങി. അങ്ങനെ മുക്കല്ലഫായ ഒരു മനുഷ്യൻ അയാളുടെ അമലുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം അഖ്വാലുഹു വ അഫ്ആലുഹു, അയാൾ വായ കൊണ്ട് പറയുന്ന വാക്കുകൾ, അയാൾ ശരീരം കൊണ്ട് ചെയ്യുന്ന
പ്രവർത്തനങ്ങൾ. ഇത് രണ്ടിനും ചേർത്ത് ഉള്ള ഒരു പ്രയോഗമാണ് അമലുകൾ എന്ന് പറയുന്നത്, അഅ്മാൽ. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യന്റെ അമലുകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങൾ, അതിനാണ് എന്ത് പറയാ, അമലിയായ നിയമങ്ങൾ എന്ന് പറയാ. അതാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ഫിഖ്ഹിന്റെ ഒരു ഏരിയ ഈ മനുഷ്യരുടെ അമലുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അപ്പൊ മനുഷ്യന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതിലുണ്ട്, കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതിലുണ്ട്. വാക്കുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടാ എന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അത് മാത്രമല്ല, വാക്കുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു മനുഷ്യൻ ഒരു സംസാരം നടത്തിയാൽ അതിൻ്റെ ലീഗൽ ഇമ്പാക്റ്റ് എന്താണ് എന്നതുകൂടി ഇസ്ലാമിൽ നിയമമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർത്താനവും വെറുതെ പറയുന്ന വർത്താനങ്ങളായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അത് നമ്മുടെ ഈ മുആമലാത്ത് മാലിയുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന നിപ്പിൽ ഞാൻ എന്ത് പറഞ്ഞു, എൻ്റെ ഈ ലാപ്ടോപ്പ് 1000 രൂപക്ക് ഷമീൽ സാഹിബിന് വിറ്റിരിക്കുന്നു, ഞാൻ അത് നിങ്ങൾക്ക് 1000 രൂപക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വർത്താനാണ്, എൻ്റെ ഒരു വർത്താനാണ്. അപ്പോൾ ഷമീൽ സാഹിബ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 1000 രൂപ എനിക്ക് തന്നു. ഇതെന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങളെ ലാപ്ടോപ്പ് എനിക്ക്. അപ്പോൾ ഞാൻ നല്ല ഷമീൽ സാഹിബ്, നിങ്ങൾക്ക് ഒരു അന്തമല്ലേ, 1000 റുപ്യക്കൊക്കെ ലാപ്ടോപ്പ് കിട്ടുമോ, ഞാൻ നിങ്ങളോട് ഒരു തമാശ പറഞ്ഞതല്ലേ എന്ന് ഞാൻ പറഞ്ഞാൽ ഷമീൽ സാഹിബിന് അത് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ, ഇസ്ലാമിക നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് ഷമീൽ സാഹിബ് കോടതിയിൽ കേസ് പോകും. ഞാനും ഷമീർ സാഹിബും തമ്മിൽ ഒരു കച്ചവട കോൺട്രാക്റ്റ് ഉണ്ടായിട്ട് ആ കോൺട്രാക്റ്റ് ഷമീർ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. അപ്പോൾ കോടതി എന്നെ വിളിക്കും. കോടതി എന്നെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നോ? ആ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ ഞാനത് തമാശയായിട്ട് പറഞ്ഞതാണ്, ഇത് കോടതി കേൾക്കൂല. ഷമീൽ സാഹിബ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിരുന്നോ? അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇത് അംഗീകരിക്കുന്നതോടുകൂടി ഈ 2 വാക്കുകൾ, ആദ്യം ഞാൻ പറഞ്ഞത് വെറും ഒരു വർത്താനാണ്, ഷമീൽ സാഹിബ് പറയുന്നതും വെറും ഒരു വർത്താനാണ്, പക്ഷേ ഈ 2 കലാമുകളും ചേർന്ന് ഒരു കോൺട്രാക്റ്റായി മാറിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം. കോൺട്രാക്റ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഏകപക്ഷീയമായി അതിൻ്റെ ഒബ്ലിഗേഷൻസിൽ നിന്ന് പിന്മാറാൻ പറ്റൂല. പിന്നെ മറ്റേ ആൾ കൂടി സമ്മതിക്കണം, എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോടതി എന്ത് വിധിക്കും? നിർബന്ധമായും എൻ്റെ അടുത്ത് നിന്ന് ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങിയിട്ട് കോടതി ഷമീൽ സാഹിബിന് കൊടുക്കും. 1000 റുപ്യ വാങ്ങി കയ്യിൽ വെച്ചോ എന്ന് എന്നോട് പറയുകയും ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ നടത്തുന്ന സംസാരങ്ങൾ എപ്പോഴും എന്തല്ല, നമുക്കിങ്ങനെ ഒരു അന്തം വിട്ട് വെറുതെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്ന് മാത്രമല്ല, ദീനിൽ ചില കാര്യങ്ങൾ റസൂൽ പറഞ്ഞതുപോലെ സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വ ഹസ്ലുഹുന്ന ജിദ്ദുൻ, 3 കാര്യങ്ങൾ കാര്യമായിട്ട് പറഞ്ഞാലും കാര്യമാണ്, തമാശക്ക് പറഞ്ഞാലും കാര്യമാണ്. അൻ നിക്കാഹു വത്വലാഖു വൽ ഇത്ഖു, വിവാഹം അതിലൊന്നാണ്. വിവാഹത്തിന് ഒക്കെ സമ്മതിച്ച് എൻ്റെ മകളെ എനിക്ക് കെട്ടിച്ചെന്നിരിക്കുന്നു എന്ന് വാപ്പ പറഞ്ഞു, മറ്റേ ആൾ കബൂലാക്കുകയും ചെയ്തു. പിന്നെ വന്നിട്ട് അതൊരു തമാശക്ക് പറഞ്ഞതാണ് എന്ന് പറയാൻ പറ്റൂല, തമാശക്ക് പറഞ്ഞാലും അത് കാര്യമാണ്. ത്വലാഖും അങ്ങനെയാണ്, അടിമമോചനവും അങ്ങനെയാണ്, പഴയ കാലത്തുള്ള കേസാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ സംസാരങ്ങൾക്ക് ഉള്ള ഇമ്പാക്റ്റ്, ലീഗൽ ഇമ്പാക്റ്റ് എന്താണ് എന്നതുകൂടി വെളിപ്പെടുത്തുന്നതാണ് അമലിയായ നിയമങ്ങൾ എന്ന് പറയുന്നത്. 3ാമത്തെ കാറ്റഗറി അഖ്ലാഖിയായ നിയമങ്ങളാണ്. അത് മനുഷ്യരുടെ പെരുമാറ്റം, സ്വഭാവം എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ നിർബന്ധമായും തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടുന്ന സൽസ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നും നിർബന്ധമായും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടുന്ന ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട, നമ്മൾ എത്തിക്സ് എന്നും വാല്യൂസ് എന്നും ഒക്കെ പറയുന്ന നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഒരു എസൻസായി വർക്ക് ചെയ്യേണ്ടുന്ന മൂല്യങ്ങൾക്കാണ് അഖ്ലാഖ് എന്ന് പറയുക. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്കാണ് അഖ്ലാഖിയായ. ഈ 3 തരം നിയമങ്ങളും ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ട് എന്നതാണ്. അപ്പം അതിൽ ഫിഖ്ഹിലേക്ക് വന്നാൽ അത് നമ്മൾ അടുത്തതിൽ പറയാം. ഇനി ഫിഖ്ഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലുള്ളത് അൽ മുആമലാത്തുൽ മാലിയ എന്നതാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, സാമ്പത്തിക ഇടപാടുകൾ എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന കാര്യം. ഇത് മനുഷ്യരുടെ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. ഇത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ
അനിവാര്യതയോ ആവശ്യമോ ആയി മനുഷ്യർക്കിടയിൽ ഉണ്ടായി വരുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞു അമലുകൾ ഉണ്ടാവും, ഓരോ വ്യക്തിയും ചെയ്യുന്ന അമലുകൾ ഉണ്ടാകും. ഈ അമലുകൾ ആമലയായാൽ മുആമലത്തായാൽ രണ്ടാളുകൾ പരസ്പരം ചെയ്യുന്ന പ്രവർത്തനം, അതാണ് മുആമലത്ത് എന്ന് പറയുന്നത്. ഒരാൾ ഒറ്റക്കല്ലാതെ രണ്ടാൾ ചേർന്ന് ചെയ്യുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി കൊണ്ടും കൊടുത്തും നടത്തുന്ന ഏർപ്പാട്, അതിനാണ് മുആമലത്ത് എന്ന് അറബി ഭാഷയിൽ പറയാം. ട്രാൻസാക്ഷൻ എന്നതും സെയിമാണ്. അപ്പോൾ അങ്ങനെയുള്ള കൊള്ളക്കൊടുക്കലുകൾ മനുഷ്യന് ആവശ്യമാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് സാധാരണ നമ്മളൊക്കെ പറയുന്നത് പോലെ, ഇബ്നു ഖൽദൂനൊക്കെ രേഖപ്പെടുത്തിയതുപോലെ അൽ ഇൻസാനു മദനിയുൻ ബിത്വബ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് സാധാരണ നമ്മൾ പറയുന്ന, മനുഷ്യൻ അങ്ങനെ സാമൂഹികമായിട്ടല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ സാമൂഹികമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി ചേർന്ന് ജീവിക്കുക എന്നാണ്. അങ്ങനെ ചേർന്ന് ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യവഹാരങ്ങൾ, ഇടപാടുകൾ മസ്റ്റായിട്ട് വരും. അങ്ങനെ രൂപപ്പെടുന്നതാണ് മുആമലാത്ത്. മുആമലാത്ത് തന്നെ പല ടൈപ്പ് മുആമലാത്ത് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. ആകെ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല ഉള്ളത്, സാമ്പത്തികമല്ലാത്ത ഇടപാടുകളും മനുഷ്യർക്കിടയിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇടപാടുകളുടെ കൂട്ടത്തിലെ ഒരു ഇനമാണ് സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഉണ്ടായി വന്ന കാര്യമാണ്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ഇസ്ലാമിക നിയമങ്ങൾ എന്നതിനെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് ഫിഖ്ഹുൽ മുആമലാത്തിൽ മാലിയ എന്ന് പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ ഇസ്ലാമിക വിധികൾ എന്നാണ് അതിന് പറയുക. ഇനി ഫിഖ്ഹിലേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ കൃത്യമാകുക എന്ന് ചോദിച്ചാൽ, മൊത്തം ഫിഖ്ഹിനെ രണ്ട് പ്രധാന സെക്ഷൻസ് ആയിട്ടാണ് പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുള്ളത്. നമുക്കറിയുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇബാദാത്തും മുആമലാത്തും, രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട വ്യത്യാസം അതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവിലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുടെ ഇസ്ലാമിക നിയമങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ബേസിക് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവുകൾ വ്യത്യസ്തമാണ്. ഇബാദത്തുകളുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇബ്തിഗാഉ സവാബില്ലാ ഫിൽ ആഖിറ, അള്ളാന്റെ പ്രീതിയും പൊരുത്തവും അതുവഴി അള്ളാന്റെ പ്രതിഫലവും നേടിയെടുക്കുക എന്നതാണ് ഇബാദത്തുകൾ എന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ബേസിക് ഇന്റൻഷൻ. ശരിയാണ്, ഇബാദത്തുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ബെനിഫിറ്റുകൾ കൂടി നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ആരാധനകൾക്കും പരലോകത്തെത്തുന്നതിന് മുമ്പ് ദുനിയാവിൽ തന്നെ കിട്ടേണ്ടുന്ന ബെനിഫിറ്റുകൾ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിനും അങ്ങനെ ഉണ്ട്. ഇതുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇസ്ലാമിലെ ആരാധനകളിൽ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് എന്ത്? സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കനുൻ ലഹും എന്നതാണത്. അപ്പോൾ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിങ്ങളുടെ ധനത്തിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കണം എന്ന് നിർബന്ധമാക്കിയത് എന്നതിൻ്റെ ഉത്തരം, ഒന്നാമത് തുതഹിറുഹും, സക്കാത്ത് ദായകരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അവരുടെ സമ്പത്തിനെയും അവരെയും ശുദ്ധീകരിക്കാനാണ്. വതുസക്കീഹിം ബിഹ, അതുവഴി അവരെ തസ്കിയത്ത് നടത്താനാണ്, അവരെ അഭിവൃദ്ധിപ്പെടുത്താനാണ്. അവരുടെ സമ്പത്തിലും അവരുടെ ജീവിതത്തിലും വളർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാക്കാനാണ്. വസല്ലി അലൈഹിം, മൂന്നാമത്തത് അവരെ പ്രവാചകന്റെ പ്രാർത്ഥനക്ക് അർഹരാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന സ്വലാത്തക സക്കനുൻ ലഹും, താങ്കൾ പ്രാർത്ഥിച്ചാൽ അവർക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടും എന്നതാണ്. ഇപ്പൊ ഒരു ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൺസേൺഡായ പീസ്, മനസ്സമാധാനം, സന്തോഷം, ഇത് കിട്ടാനുള്ള പ്രാർത്ഥന റസൂലിൽ നിന്ന് അല്ലെങ്കിൽ റസൂലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഭരണാധികാരിയിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു സക്കാത്ത് ദായകന് ആ പ്രാർത്ഥന കിട്ടുക, അതുവഴി ദുനിയാവിൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവുക, അയാൾക്ക് ദുനിയാവിൽ സമാധാനം ഉണ്ടാവുക, അതേപോലെ അയാളുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുക, അയാളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുക. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടതായതുകൊണ്ട് ഞാൻ വിടുകയാണ്. അപ്പോൾ ഇതാണ് സക്കാത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, സക്കാത്തിന് പരലോകത്ത് കിട്ടേണ്ടുന്ന ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് കിട്ടേണ്ടുന്ന പ്രതിഫലം കൂടാതെ
നേട്ടം കൂടാതെ ദുനിയാവിൽ അത് സാക്ഷാത്കരിക്കേണ്ടുന്ന നേട്ടങ്ങൾ കൂടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. നമസ്കാരത്തിന് അങ്ങനെയുണ്ട്, ഹജ്ജിന് അങ്ങനെയുണ്ട്, നോമ്പിന് അങ്ങനെയുണ്ട്, ഖുർആൻ തന്നെ പറഞ്ഞതനുസരിച്ച്. പക്ഷേ മെയിൻ ഇന്റൻഷൻ, ബേസിക് ഒബ്ജക്റ്റീവ് ഇബാദത്തുകളുടേത് അള്ളാന്റെ പ്രതിഫലം, പരലോക മോക്ഷം എന്നതാണ്. അതേ സമയത്ത് മുആമലാത്തിന്റെ ബേസിക് ഇന്റൻഷൻ അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ സിസ്റ്റമൈസ് ചെയ്യുക എന്നതാണ്. അതിൽ തർക്കങ്ങളും ഇസ്ലാമിക സാഹോദര്യത്തിനും മാനവിക സാഹോദര്യത്തിനും വിരുദ്ധമാകുന്ന സ്വഭാവത്തിൽ മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർന്നു വരാതിരിക്കും വിധം അവരെ ഭദ്രമാക്കി സൂക്ഷിക്കുക. അവരുടെ ബന്ധങ്ങളെ, അവർക്കിടയിലുള്ള ബന്ധങ്ങളെ തർക്കങ്ങളിലേക്ക് പോകാതെ, അതിനെ തുടർന്നുള്ള ശത്രുതയിലേക്കും വിദ്വേഷത്തിലേക്കും പോകാതെ സൂക്ഷിക്കുക, അതിനെ തൻളീം ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. ഇതാണ് മുആമലാത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളുടെ ബേസിക് ലക്ഷ്യം. അതേ സമയത്ത് അതിന് പടച്ചോമ്പാന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടുമോ? കിട്ടും. പക്ഷെ അത് അതിന്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവാണ്. ഒരാള് ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിലൂടെ അള്ളാന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്, അത് അയാൾക്ക് കിട്ടും. പക്ഷേ ഇസ്ലാം കച്ചവട നിയമങ്ങൾ തന്നതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് ഒരാൾ അള്ളാന്റെ നിയമം പാലിച്ച് കച്ചവടം ചെയ്തിട്ട് പരലോകത്ത് കൂലി കിട്ടാനല്ല. അതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് ദുനിയാവിൽ ബന്ധങ്ങൾ നന്നാക്കുക എന്നതാണ്. അപ്പൊ ആ രണ്ട് കാറ്റഗറിയിലാണ് മുആമലാത്ത് ഉള്ളത്. മുആമലാത്ത് എന്ന് പറയുന്നത് അതിവിശാലമാണ്, പല കാറ്റഗറികളിലും അതുണ്ട്. ഷാഫി മദ്ഹബ് 4 കാറ്റഗറികളായിട്ടാണ് മുആമലാത്തിനെ വിഭജിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് മുആമലാത്ത് മാലിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന. മറ്റൊന്ന് ഉള്ളത് മുനാക്കഹാത്താണ്, മനുഷ്യർ തമ്മിലുള്ള മറ്റൊരു ഇടപാടാണ് വിവാഹ ഇടപാട് എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ നിയമങ്ങൾ മുആമലാത്തിലെ ഒരു രണ്ടാമത്തെ സെക്ഷനാണ്. മൂന്നാമത്തത് ഉഖൂബാത്ത് ആണ്. മനുഷ്യന്മാർ തമ്മിൽ തന്നെയുള്ള അങ്ങോട്ടുള്ള ഇടപാടുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വയലേഷൻസ് സംഭവിക്കും. അപ്പോൾ വയലേഷൻസ് സംഭവിക്കുമ്പോൾ ഒരു വയലേഷനെ എപ്പോഴാണ് പണിഷബിളായ ക്രൈമായിട്ട് പരിഗണിക്കുക എന്നതിന് ഇസ്ലാമിൽ ഡീറ്റെയിൽ ആയ നിയമങ്ങളുണ്ട്. ഏതൊക്കെ കുറ്റങ്ങളാണ് ഇസ്ലാമിൽ പണിഷബിളായ നിശ്ചിതമായ പണിഷ്മെന്റ് ഉള്ള ക്രൈമുകളായിട്ടുള്ളത്, ഏതൊക്കെയാണ് അതത് കാലത്തെ സാഹചര്യത്തിനനുസരിച്ച് ക്രൈമിൻ്റെയും അതേപോലെ തന്നെ ക്രിമിനലിൻ്റെയും ഒക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ച് യുക്തമായ ശിക്ഷ കൊടുക്കേണ്ടുന്ന, വിധിക്കേണ്ടുന്ന കുറ്റങ്ങൾ ഏതാണ് എന്നതിനൊക്കെ ഇസ്ലാമിക ക്രിമിനൽ ആൻഡ് പണിഷ്മെന്റ് ലോയിൽ വളരെ കൃത്യമായ വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ട്. അപ്പോൾ മുആമലാത്ത് മാലിയ, അതേപോലെ മുനാക്കഹാത്ത്, ഉഖൂബാത്ത് എന്ന് പറഞ്ഞാൽ അൽ ജിനായാത്ത് എന്നും അതിന് പറയും. നാലാമത്തെ ഒരു കാറ്റഗറി കൂടി ഉണ്ടല്ലോ മുആമലാത്തിൽ. അനന്തരാവകാശങ്ങളൊക്കെ മുആമലാത്ത് മാലിയയിൽ വരുന്നതാണ്. മുനാക്കഹാത്ത് പറഞ്ഞു, ജിനായത്ത് പറഞ്ഞു, മുആമലാത്ത് മാലിയ പറഞ്ഞു. ഒന്ന് ക്രിമിനൽ ഇതാണ്, ജിനായത്താണ്. ഓക്കെ, ഓർമ്മ വരുമ്പോൾ പറയാം. മുആമലാത്തിന്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മുആമലാത്തിനെ പണ്ഡിതന്മാർ, പിന്നെ മുആമലാത്ത് പറഞ്ഞാൽ ശരിക്ക് വിശാലാർത്ഥത്തിലാണ്, മനുഷ്യർക്കിടയിലുള്ള എല്ലാതരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്കാണ് മുആമലാത്ത് എന്ന് പറയാം. ആ സമയത്ത് പിന്നീട് പിൽക്കാലത്ത് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മുആമലാത്തിനെ മുആമലാത്ത് മാലിയ എന്ന സ്പെസിഫിക് മീനിങ്ങിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബാദാത്ത് മൊത്തം ഫിഖിന്റെ കാറ്റഗറികൾ ഇബാദാത്ത്, മുആമലാത്ത് മാലിയ, മുനാക്കഹാത്ത്, ജിനായാത്ത് അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ആ കാറ്റഗറിയിൽ മുആമലാത്തിന്റെ കാറ്റഗറിയിൽ മുആമലാത്ത് മാലിയ അവിടെയാണ് നമ്മളുള്ളത്. ചാർജ്
അപ്പൊ നമ്മൾ പറയാം, തുടരാം. അപ്പോൾ അങ്ങനെയാണ് മുആമലാത്ത് മാലിയ എന്നതിലേക്ക് വരുന്നത്. ഇനി ഇസ്ലാമും സാമ്പത്തിക വ്യവഹാരങ്ങളും, അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെ ഈ സാമ്പത്തിക ഇടപാടുകളെ നോക്കിക്കാണുന്നു, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ബേസിക്കലി ചില പോയിന്റുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന. അത് ഇസ്ലാമിന് സാമ്പത്തിക ഇടപാടുകളോടുള്ള നിലപാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, സാമ്പത്തിക ഇടപാടുകളെ ഇസ്ലാം സ്ട്രക്ചറൈസ് ചെയ്തതല്ല എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് വളരെ ബേസിക്കായ ഒരു പോയിന്റാണ്. ലോകത്തുള്ള സാമ്പത്തിക ഇടപാടുകളൊന്നും ഇസ്ലാം ഫോം ചെയ്തതല്ല. അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ ഇബാദത്തിനേക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ഇബാദത്തുകൾ നമുക്കറിയാം, ഇബാദത്തുകളുടെ രൂപം എന്ത് ചെയ്തതാണ്? ഇസ്ലാം സ്ട്രക്ചർ ചെയ്തതാണ്. നമസ്കാരം എങ്ങനെയൊക്കെ ആവണം എന്നതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദീൻ നിശ്ചയിച്ചതാണ്. സക്കാത്ത് അങ്ങനെയാണ്, നോമ്പ് അങ്ങനെയാണ്. അപ്പോൾ ഇബാദത്തുകളൊക്കെ അല്ല സ്ട്രക്ചർ ചെയ്തതാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലോടും കൂടി അതെങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു നമസ്കാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് തുടക്കം മുതൽ നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അതിനുശേഷം ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലി ഫാത്തിഹ ഓതി, ഈ ഓരോ ഡീറ്റെയിലും ദീനിൻ്റെതാണ്. ഇസ്ലാം മുന്നോട്ട് വെച്ച നിയമങ്ങൾ അനുസരിച്ചാണത്. അതേ സമയത്ത് ഒരു സാമ്പത്തിക ഇടപാടും നിങ്ങൾ ഇങ്ങനെ തുടങ്ങി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇന്നത് ചെയ്ത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സാമ്പത്തിക ഇടപാട് നടത്തണം, അങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്യൽ ഇസ്ലാം നടത്തിയിട്ടില്ല. മറിച്ച് സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ എന്ത് ചെയ്തതാണ്? സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ മനുഷ്യർക്കിടയിൽ അവരുടെ ആവശ്യമനുസരിച്ച് അവർ രൂപപ്പെടുത്തിയതാണ്. ഇസ്ലാം എന്താ ചെയ്തത്? അതിനോടുള്ള നിലപാട് പറയുകയാണ് ചെയ്തത്. ഉണ്ടാക്കിയത് മനുഷ്യന്മാരാണ്, പക്ഷെ ആ ഉണ്ടാക്കിയ സാധനം അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ, പെർമിസിബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനം പറയുക, നിലപാട് പറയുക, ഇത് മാത്രമാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശരിയും ശരികേടും നിശ്ചയിക്കുന്ന, തീരുമാനിക്കുന്ന പൊതു തത്വങ്ങൾ, പൊതു നിയമങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് ഷമീൽ സാഹിബിൻ്റെ അവതരണത്തിൽ അത് വരും. എന്തൊക്കെയാണ് ആ ബേസിക് പ്രിൻസിപ്പിൾസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ പാലിക്കേണ്ടുന്നത് എന്നതുണ്ട്. ഞാൻ അതിൽ ജസ്റ്റ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അതിലേറ്റവും ഒന്നാമത്തെ പോയിന്റ്, സാമ്പത്തിക ഇടപാടുകൾ മനുഷ്യന്മാർക്കിടയിൽ നടക്കേണ്ടത് ബിർറിള വതീബിൻ നഫ്സ്, തൃപ്തിയോടുകൂടിയും മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ സമ്മതത്തോടും കൂടിയാണ് നടക്കേണ്ടത്. ഇത് വളരെ ബേസിക്കായ കാര്യമാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ പറയുന്ന യാ അയ്യുഹല്ലദീന ആമനു ലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിം മിൻകും എന്നതാണ്. എന്ന് പറഞ്ഞാൽ പരസ്പര തൃപ്തിയോടുകൂടിയുള്ള സാമ്പത്തിക ഇടപാടല്ലെങ്കിൽ അത് ബാത്തിലായ സമ്പാദ്യവും ബാത്തിലായ സമ്പത്ത് തീറ്റയുമാണ്. അത് നിങ്ങൾ നടത്തരുത്. എങ്ങനെ? ഏത്? അത് പറയാം. അതിപ്പോൾ ചോദിച്ചുകൊണ്ട് അതിപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ അതിലെന്ത് ചെയ്യണം? പരസ്പര തൃപ്തി ഉണ്ടാവണം. പരസ്പര തൃപ്തി ഉറപ്പ് വരുത്തണം. പരസ്പര തൃപ്തി എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. പക്ഷെ ഈ തൃപ്തിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരാളുടെ ഹൃദയത്തിലാണ് ഉണ്ടാവുക. ഇതെന്തല്ല, പുറത്തേക്ക് മെഷറബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല? തൃപ്തിയാണ് അടിസ്ഥാനമെങ്കിലും
തൃപ്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. മനുഷ്യർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ തൃപ്തിയെ അവലംബിക്കാൻ പറ്റൂല. അപ്പോൾ പകരം എന്തിനെ അവലംബിക്കാൻ പറ്റുക? അതാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ ബേസിക് ഫാക്ടേഴ്സ്, റുക്നുകൾ എന്ന് പറയുന്നത് ഈജാബും ഖബൂലുമാണ്. ഒരാൾ പ്രൊപ്പോസൽ ചെയ്യുന്നു, മറ്റേയാൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഈ പ്രൊപ്പോസലും ആക്സെപ്റ്റൻസുമാണെന്ത്? അപ്പൊ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു അഖ്ദ് ഉണ്ടാകുന്നതിന്റെ ഘടകങ്ങൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾ തറാലി കാണൂല. പക്ഷെ ആ റുക്നുൽ അസാസി എന്താണ്? സാമ്പത്തിക ഇടപാടുകളിൽ തറാലിയാണ്, മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് റുക്നുകളുടെ കൂട്ടത്തിലില്ല. കാരണം എന്താ? അത് മെഷറബിൾ അല്ലാത്തത് കൊണ്ട്. മെഷറബിൾ ആയ ഒന്നിനെ ആണ് റുക്നിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ റുക്നിൽ അൽ ഈജാബു വൽ ഖബൂലു യഖൂമാനി മഖാമത്ത് തറാലി. ഈ മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷന്റെ പകരം ലീഗലി കൺസിഡറബിൾ ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈജാബും ഖബൂലുമാണ്. അപ്പൊ ഒരാൾ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു നിർബന്ധാവസ്ഥയും ഇല്ലാതെ ഞാൻ എൻ്റെ ഈ ലാപ്ടോപ്പ് 1000 രൂപക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ പറഞ്ഞതാണ് എൻ്റെ തൃപ്തിയുടെ അടയാളം. കാരണം അതിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈജാബും ഖബൂലുമാണ്. തറാലി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സ്പഷ്ടമായിട്ട് ഒരാൾ പ്രൊപ്പോസൽ ചെയ്യുകയും മറ്റേയാൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് തറാലി ഉണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തുക. കാരണം മനുഷ്യന്മാരുടെ ഇടപാടിൽ അങ്ങനെ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു ഖാലിക്ക് ഈ പറഞ്ഞോന്റെ ഉള്ളിക്ക് കടന്നിട്ട് അവിടെ തൃപ്തി ഉണ്ടായിരുന്നോ എന്ന് പരിശോധിച്ചിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് വെച്ചിട്ട് കേസുകളിൽ വിധി പറയാൻ പറ്റൂല. അപ്പൊ അത് അങ്ങനെ സാധ്യമാവുകയുള്ളൂ എന്നതാണ്. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. പിന്നെ പലിശ നിരോധനം, ഖറർ നിരോധനം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഷമീൽ സാഹിബിന്റെ അവതരണത്തിൽ വരും ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാര്യം, ഇസ്ലാം ഇപ്പൊ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വന്നതനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങളിൽ അഖീദ നിയമങ്ങൾ വേറെ, അഖ്ലാഖിയായ നിയമങ്ങൾ വേറെ, അമലിയായ നിയമങ്ങൾ വേറെ. ഈ അമലിയായ നിയമങ്ങളുടെ കൂട്ടത്തിലാണ് സാമ്പത്തിക ഇടപാടുകൾ വരുന്നത്. ഇത് നമ്മളിങ്ങനെ അക്കാദമിക സൗകര്യത്തിന് വേണ്ടി മാത്രം വിഭജിച്ചതാണ്. അതേസമയത്ത് ഇവ പരസ്പരമുള്ള ഇന്റർ റിലേഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കേവലം നിയമങ്ങളല്ല. അതിനെ ഇസ്ലാം അഭേദ്യമായ സ്വഭാവത്തിൽ അഖീദയുമായും അഖ്ലാഖുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ ബന്ധത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അഖീദ എന്ന് പറയുമ്പോൾ അഖീദയുമായി ബന്ധപ്പെട്ട, സമ്പത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അഖീദ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് നമ്മുടെ അഖീദ. ഇതാണ് നമ്മുടെ അഖീദ. ഈ അഖീദയുമായിട്ട് സാമ്പത്തിക വ്യവഹാരങ്ങളുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ വിശദാംശങ്ങളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ്. സ്രഷ്ടാവായി അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലാ റബ്ബ ഇല്ലല്ലാഹ്, റബ്ബായി അള്ളാഹ് മാത്രമേ ഉള്ളൂ. ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, അതുകൊണ്ട് സൃഷ്ടിച്ച അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിച്ചവന് തന്നെയാണ് ശാസനാധികാരത്തിനുമുള്ള അവകാശം. അതുകൊണ്ട് നിയമം പറയേണ്ടതും അവനാണ്. ഹാക്കിമിയത്ത് അള്ളാഹ്ക്കാണ്. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ല, ഇസ്ലാമിന്റെ തൗഹീദി സങ്കല്പത്തിലെ വളരെ മർമ്മപ്രധാനമായ മറ്റൊന്നാണ് യാ ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് എന്നുള്ളിടത്ത് വരുന്ന ചില റിവായത്തുകൾ അനുസരിച്ച് അത് മാലിക്കിന്നാസ് എന്ന ഖിറാഅത്തുണ്ട്. അത് അള്ളാന്റെ മിൽക്കിയത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ലാ മാലിക ഇല്ലല്ലാഹ്. അപ്പൊ ഇസ്ലാമിക് കൺസെപ്റ്റ് അനുസരിച്ച് ഹാക്കിമിയത്ത് അള്ളാഹ്ക്കാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സങ്കല്പം എന്താണ്? നിയമ നിർമ്മാണാധികാരത്തിൽ സോവർണിറ്റി അള്ളാഹ്ക്കാണ് എന്നാണ്. അതേപോലെ മിൽക്കിയത്തിലും സോവർണിറ്റി, പരമാധികാരം അള്ളാഹ്ക്കാണ്. അതനുസരിച്ച് സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ അഖീദപരമായ ഫിലോസഫിക്കലായ തീർപ്പ് അൽ മാലു മാലുല്ലാഹ് വൽ ഇൻസാനു മുസ്തഖ്ലഫുൻ ഫീഹി എന്നതാണ്. സമ്പത്ത് അള്ളാൻ്റെതാണ്, മനുഷ്യൻ അതിൽ ഒരു ട്രസ്റ്റി മാത്രമാണ്. അതിൽ അള്ളാഹു വിശ്വസിച്ചേൽപ്പിച്ച് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച റോള് മാത്രമാണ് മനുഷ്യനുള്ളത്. ഇത് ഇസ്ലാമിന്റെ അഖീദപരമായ വശമാണ്.
അത് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ്. ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇസ്ലാമിലെ സാമ്പത്തിക വ്യവഹാരങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്യാപിറ്റലിസ്റ്റ് യുക്തിയിൽ നമുക്ക് ഇസ്ലാമിക സാമ്പത്തിക വ്യവഹാരങ്ങളെ വിലയിരുത്താൻ പറ്റൂല. കാരണം അതിൻ്റെ അടിസ്ഥാനം സമ്പത്തിൻ്റെ പരമാധികാരം മനുഷ്യനാണ്, വ്യക്തിക്കാണ് എന്നതാണ് അതിൻ്റെ കൺസെപ്റ്റ്. സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും വരുമ്പോൾ ആ പരമാധികാരം സ്റ്റേറ്റിനാണ്. ഇസ്ലാം ഇത് രണ്ടിൽ നിന്നും വ്യതിരിക്തമാണ്. സമ്പത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ്. മനുഷ്യൻ്റെ അതിലുള്ള റോള് മുസ്തഖലഫാണ് എന്ന് പറഞ്ഞാൽ, ഖലീഫയാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അള്ള നിശ്ചയിച്ച പരിധികൾക്കകത്തു നിന്നുകൊണ്ട് ആ സമ്പത്തിനെ കൈകാര്യം ചെയ്യാനുള്ള അധികാരവും ഓണർഷിപ്പുമാണ് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നതാണ്. അതേപോലെ എത്തിക്സുമായി ബന്ധപ്പെട്ടും അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു സാമ്പത്തികമായ ഇടപാടുകളെ. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ആയത്തുകൾ ഭൂരിഭാഗം ശ്രദ്ധിച്ചാലും ആ കണക്ഷൻ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അനന്തരാവകാശ നിയമങ്ങൾ, അതിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണെന്ത്? മിൻ ബഅദി വസിയ്യത്തിൻ യൂസൂന ബിഹാ ഔ ദൈനിൻ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നിടത്ത് ഒരിടത്ത് എന്തുണ്ട്? മിൻ ബഅദി വസിയ്യത്തിൻ യൂസൂന ബിഹാ ഔ ദൈനിൻ ഗൈറ മുദാരിൻ എന്നൊരു പ്രയോഗമുണ്ട്. മറ്റുള്ളവർക്ക് പിന്നെ ഉപദ്രവമേൽപ്പിക്കാത്ത വിധത്തിലുള്ള കടവും വസീയത്തും കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുക? അനന്തര സ്വത്ത് വീതിക്കുക എന്നാണ്. എന്തിനാണോ ഗൈറ മുദാർ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരാൾ മരിക്കാൻ നേരത്ത് അനന്തരാവകാശികൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങി, അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് ഉപദ്രവമേൽക്കുന്ന വിധത്തിൽ വസീയത്ത് ചെയ്തു. അങ്ങനെ ഒന്നായിട്ട് കൊണ്ടുപോയി മുണങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു? വേറൊരാൾക്ക് സ്വത്തിന്റെ 1/3 കൊണ്ടുപോയി വസീയത്ത് ചെയ്തു. നിയമപരമായി ഇത് തെറ്റാണോ? നിയമപരമായിട്ട് ഇത് തെറ്റല്ല, പക്ഷേ ധാർമ്മികമായിട്ടത് തെറ്റാണ്. ഗൈറ മുദാർ. അപ്പോ ഇതിന് ലീഗൽ ഇമ്പാക്റ്റ് മാത്രമല്ല ഇസ്ലാം സാമ്പത്തിക വ്യവഹാരങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ളത്, ഇതിന് ഒരു ദിയാനത്തൻ എന്ന് പറയുന്ന ധാർമ്മികമായ ഇമ്പാക്റ്റ് കൂടി, ധാർമ്മികമായൊരു നിയമം കൂടി ഉള്ളതാണ്. അത് നമ്മൾ പിന്നീട് ഒരു സമയത്ത് അത് വേറെ പറയും. ഇസ്ലാമിക സാമ്പത്തിക വ്യവഹാരവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഇത് രണ്ടിനെയും സമന്വയിപ്പിക്കുന്നു എന്നതാണ്. ഒരു കാര്യം, ഇസ്ലാമിൻ്റെ തന്നെ റൂളുകൾ അനുസരിച്ച് ലീഗലി നിങ്ങൾക്ക് ദുനിയാവിൽ അത് ശരിയാണ് എന്ന് പറയാൻ കഴിയുന്ന അതേ സമയത്ത് തന്നെ അത് ചെയ്തയാൾ അള്ളാൻ്റെ അടുത്ത് കുറ്റക്കാരനാകും എന്ന അവസ്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പറയാവുന്നത്, ബൈഉൻ നജിസ് കുറ്റകരമാണ് ഇസ്ലാമിൽ. ബൈഉൻ നജിസ് ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ടൊരു കച്ചവടമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരാൾ ഒരു കച്ചവടക്കാരൻ്റെ മുമ്പിൽ വന്ന ആളുകൾ ഇങ്ങനെ സാധനം വാങ്ങാൻ നിൽക്കുന്ന സമയത്ത്, നജിസ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് അതിൻ്റെ അർത്ഥം ഈ വേട്ടമൃഗത്തെ അതിൻ്റെ മടയിൽ നിന്ന് എന്ത് ചെയ്യുക? വേട്ടയാടാൻ വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കി ഇളക്കി ഓടിക്കുക. എവിടെ? കെണി വെച്ച ഭാഗത്തേക്ക്. ആ പരിപാടിക്കാണ് നജിഷ് എന്ന് അറബി ഭാഷയിൽ പറയാം. ബൈഉൻ നജിഷ് എന്ന പേരിൽ ഒരു കച്ചവടം ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ ഇങ്ങനെ സാധനം വാങ്ങാൻ നിൽക്കുന്നതിൻ്റെ അടുക്കിലേക്ക് ഒരാൾ കയറി വരും. അയാൾ കയറി വന്നിട്ട്, ഈ സാധനമോ, ഞാനിത് നാടാകെ മുഴുവൻ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല, ഇതിന് 10,000 കൊടുത്താലും മുതലാകും, 10,000 കൊടുത്തിട്ടാണെങ്കിലും ഞാനിത് വാങ്ങും എന്നൊക്കെ ഇയാൾ പറയാം. അതല്ലെങ്കിൽ ഈ സാധനത്തിന് ഇല്ലാത്ത ഗുണഗണങ്ങൾ അയാൾ പറയാം. ഇയാളുടെ ഉദ്ദേശം ആ സാധനം വാങ്ങലല്ല. അയാളുടെ ഉദ്ദേശം എന്താണ്? ഈ ആളുകളെ കെണിയിൽ വീഴ്ത്തലാണ്. ഇയാളുടെ വർത്താനം കേട്ടിട്ട് മറ്റേ ആള് 10,000 ഇതിന് വില ഉണ്ടെങ്കിൽ ആരെങ്കിലും കൈക്കലാക്കണതിന് ഇതാ 11,000 പിടിച്ചോളി, ഞാൻ അത് വാങ്ങി, എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യും? അത് വാങ്ങിക്കൊണ്ടുപോകും. ഇയാളുടെ ഉദ്ദേശം സാധനം വാങ്ങലല്ല, ഇയാളുടെ ഉദ്ദേശം ആളുകളെ ഈ കെണിയിൽ വീഴ്ത്തലാണ്. അത് പലപ്പോഴും നടക്കുക കച്ചവടക്കാരനും ഇയാളും തമ്മിലുള്ള നാടകമായിരിക്കും പല സമയത്തും. അങ്ങനെയാണെങ്കിൽ രണ്ടാളും അതിൽ കുറ്റക്കാരായിരിക്കും. ചില സമയത്ത് ചിലർക്ക് ഇത് ആളുകളെ വെറുതെ വിഡ്ഢികളാക്കുക എന്നുള്ള ഒരു ഹോബി ആയിരിക്കും. ഈ കച്ചവടക്കാരനെ അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ചിലവരെങ്ങനെ അങ്ങാടി കൂടെ എങ്ങനെ നടക്കണോല് ജാതി ഡയലോഗും പൂശിയിട്ട് അപ്പൊ അങ്ങനെ ചെയ്തുതരാം. അപ്പൊ അയാൾ മാത്രം കുറ്റക്കാരായിരിക്കും. ഇനി കച്ചവടക്കാരൻ തന്നെ അറിഞ്ഞ് അങ്ങനെ നടന്നാൽ ലീഗലി എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്?
ലീഗലി അതിൻ്റെ ഇമ്പാക്റ്റ്, ഇത് വാങ്ങിയ ആൾക്ക് താൻ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അയാൾക്ക് കേസ് പോകാം. കോടതി അത് തെളിഞ്ഞാൽ ജഡ്ജ് അയാൾക്ക് എന്ത് ചെയ്യും? ചോയ്സ് കൊടുക്കും. നിങ്ങൾക്കത് കച്ചവടം തുടരണമെങ്കിൽ തുടരാം, അതല്ല ക്യാൻസൽ ചെയ്യുമെങ്കിൽ ക്യാൻസൽ ചെയ്യാം എന്ന ഓപ്ഷൻ കൊടുക്കും. അങ്ങനെ ആ കച്ചവടം എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു? അയാൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ അയാൾ മുന്നോട്ട് പോയാൽ എന്ത് ചെയ്തു? ആ കച്ചവടം ലീഗലി ഇവിടെ വാലിഡായി. പക്ഷേ അങ്ങനെ ആകുമ്പോൾ തന്നെ കച്ചവടം സഹിഹായിക്കണമല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ വേണ്ടാത്ത പണി ചെയ്ത ആളുകൾ എന്ത് ചെയ്യൂല? കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അപ്പോൾ ധാർമ്മികത, എത്തിക്സ് എന്നതുമായി കൂടി ബന്ധപ്പെട്ടതാണ് ഇസ്ലാമിലെ സാമ്പത്തിക നിയമങ്ങൾ എന്നതാണ്. അവസാനത്തെ ഒരു പോയിന്റ്, ഇസ്ലാം സാമ്പത്തിക നിയമങ്ങളെ മഖാസിദു ശരിയയുമായിട്ട് കൂടി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഖാസിദു ശരിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ഹയർ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയാം. മഖാസിദ് ധാരാളമുണ്ട്, അത് വലിയ സെപ്പറേറ്റ് തന്നെ പഠിക്കേണ്ടുന്ന ഒരു വിജ്ഞാന ശാഖയാണ്. പക്ഷെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സഹായകമാകുന്ന മഖാസിദു ശരിയയിൽ കുല്ലിയാത്ത് അല്ലെങ്കിൽ ദറൂരിയാത്ത് എന്ന പേരിലൊക്കെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നെസസറിയായി സംരക്ഷിക്കപ്പെടേണ്ടുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടുന്ന 5 കാര്യങ്ങൾ ഉണ്ട്, സർവാംഗീകൃതമായ 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ അദ്ദീനു അവ്വലൻ, ഒന്നാമത്തത് വിശ്വാസമാണ്. സുമ്മൽ നഫ്സു, പിന്നീട് ലൈഫാണ്. സുമ്മൽ അഖ്ലു, പിന്നീട് മനുഷ്യന്റെ ബുദ്ധി അഥവാ വിസ്ഡമാണ്. സുമ്മൽ നസ്ലു, പിന്നെ മനുഷ്യ വംശപരമ്പരയുടെ സംരക്ഷണമാണ്. സുമ്മൽ മാൽ, അതിൽ 5ാമത്തത് മാലിന്റെ സംരക്ഷണമാണ്. അപ്പോൾ മാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഹയർ ഒബ്ജക്റ്റീവ്സിൽ ഒന്നാണ്. എന്താണ് ഹിഫ്ളുൽ മാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിഫ്ളുൽ മാൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് സമ്പാദിക്കുക. അത് ഹിഫ്ളുൽ മാൽ, കാരണം കയ്യിൽ കാശ് ഉണ്ടെങ്കിലേ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹിഫ്ളുൽ മാലിന്റെ ആദ്യ പടി സമ്പാദിക്കുക. സമ്പാദിക്കാനുള്ള പരമാവധി പ്രോത്സാഹനം, അതിന് മഷ്റൂ ആയ വഴികൾ ഏതൊക്കെയാണ്, മഷ്റൂ അല്ലാത്ത വഴികൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഇസ്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഷ്റൂ ആയ വഴികളിലൂടെ സമ്പാദിക്കുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തത് സമ്പാദിച്ചതിനെ തന്മിയത്ത് ചെയ്യുക. കുറച്ച് സമ്പാദിച്ചു, അതവിടെ കിടക്കട്ടെ എന്ന് കരുതി നിൽക്കുകയല്ല, അതിനെ തന്മിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ വളർത്താൻ, അതിനെ ഡെവലപ്പ് ചെയ്യാൻ, അതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് നസ്സുകളിൽ ധാരാളം സമ്പത്തിനെ ഡെഡാക്കി ഇടാതെ അതിനെ വളർത്താനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യത്തീമുകളുടെ ധനം പോലും അതിൻ്റെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അതിങ്ങനെ സക്കാത്ത് കൊടുത്ത് തീരാൻ വിടാതെ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ തന്മിയത്ത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. പിന്നെ അവസാന ഘട്ടമാണ് ഇങ്ങനെ സമ്പാദിക്കുകയും വളർത്തുകയും ചെയ്യുന്ന സമ്പത്ത് നശിച്ചു പോകാതെ, പാഴായി പോകാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ജാഅ റജുലുൻ യഅഖുദു മാലി, എൻ്റെ സമ്പത്ത് എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ഒരാൾ വന്നാൽ റസൂലെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം? അപ്പൊ റസൂലിന്റെ വളരെ ശക്തമായ മറുപടി, ലാ തഅഖുദുഹു ലാ തുഅതിഹി, അവന് കൊടുക്കരുത്. അങ്ങനെ വരുന്നവന് കൊടുക്കരുത്. സമ്പത്ത് പിടിച്ചു പറിക്കാൻ വരുന്നവന് നീ സമ്പാദിച്ചുണ്ടാക്കിയ നിന്റെ സമ്പത്ത് നിന്നിൽ നിന്ന് കൈകടത്താൻ ആരെങ്കിലും വന്നാൽ കൊടുക്കരുത് അവന്. അപ്പൊ അയാളുടെ ചോദ്യം, ഫൈൻ ഖാതലനി, അയാൾ എന്നോട് ആയുധ പ്രയോഗം നടത്തിയാലോ, അയാൾ എന്നോട് യുദ്ധം ചെയ്താലോ, ആയുധമെടുത്ത് എൻ്റെ നേരെ ആക്രമിക്കാൻ വന്നാലോ എൻ്റെ സമ്പത്ത് കവരാൻ വേണ്ടി? അപ്പൊ റസൂൽ ഫഖാതിൽഹു, എങ്കിൽ നീ തിരിച്ചയാളോടും യുദ്ധം ചെയ്യുക, ബലം പ്രയോഗിക്കുക, ആയുധമെടുത്ത് പോരാടുക. അപ്പൊ അയാൾ ചോദിച്ചു, ഫഇൻ ഖതലനി, അപ്പോ ഇങ്ങനെ രണ്ടാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം പ്രയോഗിച്ചാൽ, ബലപ്രയോഗം ചെയ്താൽ 2 സാധ്യതകളാണുള്ളത്. ഒരു സാധ്യത അയാൾ എന്നെ കൊന്നാലോ,
എന്നതാണ് ഇയാളുടെ ഭയം. അപ്പോൾ റസൂല് പറഞ്ഞു ഫഅൻത ഷഹീദുൻ, ഈ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിയാകുന്നു. വഇൻ ഖതൽതുഹു, ഇനി അതർ സാധ്യത എന്താണ്? ഞാൻ അയാളെ കൊന്നു എന്ന് വന്നാലോ? അപ്പോഴും നീ ഭയപ്പെടണ്ട, ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. അപ്പൊ ഇതിൽ കൃത്യമാണ് സമ്പത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ സ്വന്തം ഉടമസ്ഥതയുള്ള സമ്പത്തിന്റെ സംരക്ഷണം ഇസ്ലാമിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് ഇതിൽ നിന്ന് കൃത്യമാണ്. ഇളാഅത്തുൽ മാൽ, സമ്പത്ത് പാഴാക്കി കളയുക എന്ന് പറയുന്നത് അള്ളാഹു ഹറാമാക്കിയ കാര്യമാണെന്ന് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് നേരിട്ടോ കുറുക്കു വഴികളിലൂടെയോ നമ്മളിൽ നിന്ന് നമ്മളെ ചൂഷണം ചെയ്ത് പറ്റിച്ച് അപഹരിച്ചെടുക്കാൻ ആരെങ്കിലും വന്നാൽ സാധുവായി ഓൻ കൊണ്ടുപോകാണീ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ പടച്ചോൻ്റെ അടുത്ത് നിന്ന് കാണിച്ചു കൊടുക്ക എന്ന് കരുതി നിൽക്കേണ്ടതല്ല. മറിച്ച് തരില്ല എന്ന് ജാഗ്രത പുലർത്തേണ്ടതാണ്. അതിനേതറ്റം വരെയും പോകാൻ ബാധ്യതയുള്ളവനാണ് ഒരു മുസ്ലിം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിക്ഷേപക്കണികൾ ഒരുക്കി ട്രേഡിംഗ് ആപ്പുകൾ ഒരുക്കി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അതിലേക്ക് പോയി വീഴാതിരിക്കാനുള്ള ബാധ്യത മുസ്ലിമിനുണ്ട് എന്നതാണ്. അങ്ങനെ പാഴാക്കി അവിടെയും ഇവിടെയും കൊടുത്ത് പാഴാക്കി കളയാൻ അനുവാദമുള്ളതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫിഖ്ഹുൽ മുആമലാത്തുൽ മാലിയയുടെ ബേസിക് ആണ്. അതിനോട് ഇസ്ലാമിന്റെ ഒരു മൊത്തം സമീപനം മനസ്സിലാകാൻ അല്ലെങ്കിൽ ആ സമീപനം രൂപപ്പെടുന്നതിന്റെ ചില അടിസ്ഥാനങ്ങളാണ് പറഞ്ഞത്. ഇനി ഏത് വിഷയം നമ്മൾ പഠിക്കുമ്പോഴും റിലേറ്റഡ് ടേംസ്, അതുമായി ബന്ധമുള്ള സമാനതയുള്ള ടേംസ് മനസ്സിലാക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ചും ആ ടേമും ഈ നമ്മൾ പഠിക്കുന്ന ടേമും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത് വായിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക് എക്കണോമിക്സ് ഈസ് വൈഡർ ദാൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇതാണ് ബേസ്. ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളിൽ പരിമിതമല്ല. അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ എന്ന് പറയുക എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരു സമ്പദ്ഘടന എന്ന് പറയുമ്പോൾ അതിൽ നടക്കേണ്ടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ അത് ഈ മുആമലാത്തായിരിക്കും. അതേസമയത്ത് എക്കണോമിക്സ് എന്നത് ഒരു വൈഡർ കൺസെപ്റ്റാണ്. അത് വൈജ്ഞാനികമായിട്ട് തന്നെ ഒരു ധനവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ഡിസിപ്ലിൻ അല്ല. മറിച്ച് അത് ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നതിനേക്കാൾ എക്കണോമിക്സ് യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ സയൻസും എന്താ പറയുക ഹ്യൂമൻ സയൻസും ഒക്കെ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ, സമ്പത്ത്, അതിൻ്റെ വരുമാനം, അതിൻ്റെ ചെലവുകൾ, ഇതെല്ലാം മാനേജ് ചെയ്ത് പരമാവധി മനുഷ്യജീവിതത്തിൻ്റെ നീഡ്സ്, ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ഈ സമ്പത്തിനെ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഈ വരവ് ചെലവുകളെ എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നത് വിശാലാർത്ഥത്തിൽ പഠനവിധേയമാക്കുന്ന ഒരു വൈജ്ഞാനിക ശാഖയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഫിഖ്ഹുൽ മുആമലാത്തിൻ്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇസ്ലാമിക് എക്കണോമിക്സ് ബോഡിയാണ് നമ്മൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിഖ്ഹുൽ മുആമലാത്തിൻ്റെ ഒരു ഭാഷയിൽ ആളുകൾക്ക് ഏതൊക്കെയാണ് ഹലാല് ഹറാമ് എന്നിങ്ങനെ പറഞ്ഞാൽ മതിയാവുകയില്ല. അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അത് ശരിയല്ല, അത് ഹറാമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയാവുകയില്ല നമുക്ക്. മറിച്ച് നമുക്ക് ആൾട്ടർനേറ്റീവ്സ്, ആളുകൾ എങ്ങനെയൊക്കെ ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയണം, എങ്ങനെയൊക്കെ ചെലവഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരാൾക്ക് മാക്സിമം വരുമാനം അതിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് അയാളുടെ മാക്സിമം നീഡ്സിൻ്റെ ഫുൾഫിൽമെൻറ്റ് ഇതെങ്ങനെ സാധ്യമാക്കാം എന്നതിനുള്ള പദ്ധതികൾ, പ്രൊജക്റ്റുകൾ മുന്നോട്ട് വെക്കാൻ കഴിയുക എന്നതാണ് ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ഒരു റോള് ആയിട്ട് ഉണ്ടാവുക. അപ്പം അത്
സാമ്പത്തിക വ്യവഹാരങ്ങളുടെ ഹലാല് ഹറാമുകളെക്കുറിച്ചുള്ള പഠനത്തിൽ പരിമിതമാവുകയില്ല. അതിനേക്കാൾ വൈഡറായ ഒരു ഏരിയയാണ്. നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ആൾട്ടർനേറ്റീവ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിൽ വികാസമുള്ള ഒരു ഏരിയയാണ് ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെത് എന്നതാണ്. സ്വാഭാവികമായും അത് ഫിഖുൽ മുആമലാത്ത് മാലിയ എന്ന് എഴുതാൻ സൗകര്യത്തിന് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ നട്ടപ്പാതിരക്ക് ഉണ്ടാക്കിയതായതുകൊണ്ടേ. പിന്നെ മറ്റൊന്ന്, എക്കണോമിക്സിൻ്റെ തന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചായിട്ട്, ഇപ്പോൾ മോഡേൺ എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് എന്ത്? പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഒരു ഇസ്ലാമിക് പബ്ലിക് ഫിനാൻസ് ഉണ്ട്. അൻ-നിളാമുൽ മാലി ഫിൽ ഇസ്ലാം എന്ന പേരിലോ അൽ മാലിയത്തുൽ ആമ്മ അൽ ഇസ്ലാമിയ എന്ന പേരിലോ ആണ് അത് അറിയപ്പെടുക. ഇസ്ലാമിക് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിൻ്റെ ഒരു ഏരിയ പിന്നെ ജനറൽ എക്കണോമിക്സിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് വ്യക്തികളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. വ്യക്തികളുടെ വരുമാനം, വ്യക്തികളുടെ ചെലവുകൾ, അതിനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് പരമാവധി ലാഭം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നതൊക്കെയായി ബന്ധപ്പെട്ടാണ് ജനറൽ എക്കണോമിക്സിലെ കാര്യങ്ങളുള്ളത്. പബ്ലിക് ഫിനാൻസ് എന്ന എക്കണോമിക്സിൻ്റെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മാനേജ്മെൻ്റാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന് ചെലവുകൾ ഉണ്ടാകും. ആ രാഷ്ട്രത്തിന് ആ ചെലവുകൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നാണ് അതിന് പറയുക. ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ കവർ ചെയ്യാൻ ആ രാജ്യത്തിന് പബ്ലിക് റവന്യൂസ് ഉണ്ടാവണം. ഈ രണ്ടിനെയും മാനേജ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ഇത് രണ്ടും വെച്ചുകൊണ്ട് പബ്ലിക് ബജറ്റ് ഉണ്ടാക്കണം. ബജറ്റ് ഒന്നുകിൽ കമ്മി ബജറ്റായിരിക്കും അല്ലെങ്കിൽ മിച്ച ബജറ്റായിരിക്കും. കമ്മി ബജറ്റായാൽ പ്രശ്നമില്ല, അതേസമയത്ത് മിച്ച ബജറ്റായാൽ പ്രശ്നമില്ല. കമ്മി ബജറ്റായാൽ അഡീഷണൽ റവന്യൂസ് കണ്ടെത്താനുള്ള പ്ലാനിങ് കൂടി ഒരു രാജ്യത്തിന് ഉണ്ടാകേണ്ടി വരും. അപ്പം ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ എക്കണോമിക്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണത്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇസ്ലാമിക രാഷ്ട്രം പൊതുജന ആവശ്യത്തിന് ചെലവുകൾ നടത്തുക? അങ്ങനെയുള്ള ചെലവുകൾക്ക് ഏതൊക്കെ റിസോഴ്സുകളിൽ നിന്നാണ് ഇസ്ലാമിക ഗവൺമെൻറ്റിന് വരുമാനങ്ങൾ സ്വീകരിക്കാൻ പറ്റുക? ഇത് രണ്ടും മാനേജ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മീസാനിയ ഉണ്ടാകുമ്പോൾ, ഇസ്ലാമിക് രാഷ്ട്രത്തിൻ്റെ മീസാനിയ എന്ന് പറയുന്നത്, മീസാനിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുമ്പോൾ അത് പബ്ലിക് ട്രഷറിയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ അത് ബൈത്തുൽ മാൽ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഒരു ബൈത്തുൽ മാലല്ല, ഒരു കേന്ദ്ര ബൈത്തുൽ മാലിന് കീഴിൽ ഒരുപാട് ബൈത്തുൽ മാലുകളുള്ള ഒരു സംവിധാനമാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഏരിയ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ആണ് ഇസ്ലാമിക് പബ്ലിക് ഫിനാൻസിൻ്റെ ഭാഗമായിട്ട് വരിക. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പിന്നെ ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രസന്റ് ചെയ്യുകയും ആ സാമ്പത്തിക വ്യവസ്ഥയോട് താല്പര്യമുണ്ടാക്കുകയും അതുവഴി ഇസ്ലാമിൻ്റെ മേന്മ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകളെ പ്രബോധനപരമായി ആകർഷിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ഫിഖുൽ മുആമലാത്തിൻ്റെ പരിധിയിൽ നിന്നിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ ശരിയും തെറ്റും പറഞ്ഞ് കളിച്ചാൽ പറ്റുകയില്ല. മറിച്ച് വിശാലാർത്ഥത്തിൽ ഒരു സമ്പദ്ഘടന എന്നുള്ള നിലക്ക്, ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ള നിലക്ക് ഇസ്ലാമിനെ എക്കണോമിക്സിൻ്റെയും പബ്ലിക് ഫിനാൻസിൻ്റെയും ഒക്കെ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് പുതിയ കാലത്ത് അവതരിപ്പിക്കേണ്ടി വരും. അതിലൂടെയാണ് ഇസ്ലാമിനെക്കുറിച്ചുള്ള ഒരു മതിപ്പ്, ഇസ്ലാമിനെക്കുറിച്ചുള്ള ആളുകൾക്കുള്ള ഒരു ഇംപ്രഷനൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റുക എന്നതാണ്. നമ്മൾ സമയം തീർന്നാൽ പറയുമല്ലോ അല്ലേ? സമയം തീർന്നു പോകണല്ലേ ഷമീൽ സാഹിബ്? ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫിഖുൽ മുആമലാത്ത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അൽ മദ്ഖലു ഇലാ ഫിഖ്ഹിൽ മുആമലാത്തിൽ മാലിയ എന്ന് അറബിയിൽ പറയും. മദ്ഖൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് ദ ഗേറ്റ് വേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 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 വിജ്ഞാന ശാഖയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം ബേസിക്കലി അതിനെക്കുറിച്ച് ഉണ്ടാകേണ്ടുന്ന ധാരണകൾ. അപ്പം ഈ ഒരു ഡിസിപ്ലിൻ, ഈ ഒരു വിജ്ഞാന ശാഖ അൽ മദ്ഖലു ഇലാ ഫിഖ്ഹിൽ മുആമലാത്ത് എന്ന ഒരു വിജ്ഞാന ശാഖ അത് നിലകൊള്ളുന്നത് മൂന്ന് ബേസിക് തിയറികളിലാണ്.
അത് സാമ്പത്തിക വ്യവഹാരങ്ങൾ നടക്കാൻ വളരെ അനിവാര്യമായ 3 കാര്യങ്ങളെക്കുറിച്ച് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള തിയറികളാണത്. അതിലൊന്നാമത്തത് മാലാണ്. മുആമലാത്ത് മാലിയയിൽ മാലിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ പറയേണ്ടതില്ല. മഹല്ലുൽ മുആമലാത്തിൽ മാലിയ എന്നാണ് അറബിയിൽ അതിന് പറയാം. ഏത് സാമ്പത്തിക ഇടപാടും 2 മനുഷ്യന്മാർ നടത്തിയാൽ ഇവർ തമ്മിൽ നടത്തിയ ഈ ഇടപാട് സംഭവിക്കേണ്ടുന്ന സ്ഥലം അതെന്താണ്? മാലിൻ്റെ മേലാണ് സംഭവിക്കേണ്ടത്. അപ്പം അതാണ് മാലിൻ്റെ റോള്. അപ്പം എന്താണ്? മാലില്ലാതെ, അങ്ങനെ വെൽത്ത് ഇല്ലാതെ സാമ്പത്തിക ഇടപാടുകൾ നടക്കൂല എന്നതാണ്. അതുകൊണ്ട് മാലിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തിയറി മനസ്സിലാക്കുക എന്ന് പറയുന്നത് അൽ മുആമലാത്തുൽ മാലിയ മനസ്സിലാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഒന്ന് മിൽക്കിയത്താണ്. മിൽക്കിയത്ത് ബേസിക് കണ്ടീഷൻ ടു ഡു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തണമെങ്കിൽ മാലുണ്ടായ പോരാ, ആ മാലിൽ ഓണർഷിപ്പ് ഉണ്ടാവണം. ഓണർഷിപ്പ് ഉണ്ടെങ്കിലേ ഇടപാട് നടത്താൻ പറ്റുള്ളൂ. ഈ ലാപ്ടോപ്പ് ഇപ്പോൾ അവിടുന്ന് വേറൊരാൾക്ക് വന്നിട്ട് എടുത്ത് കച്ചവടം ചെയ്യാൻ പറ്റൂല, കാരണം ഇതിൻ്റെ ഓണർ വേറെയാണ്. അപ്പോൾ ഒരാൾക്ക് ഓണർഷിപ്പുള്ള മാലേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ്. അപ്പോൾ മിൽക്കിയത്ത് വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് മിൽക്കിയത്ത് ഉണ്ടാവുക? മിൽക്കിയത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്താണ്? മിൽക്കിയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ലോകത്ത് പലതരം എക്കണോമിക് തിയറികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ് എന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മൂന്നാമത്തത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റുകളാണ്. ഏത് സാമ്പത്തിക ഇടപാടും ഒരു കോൺട്രാക്റ്റ് വഴിയാണ് എന്ത് ചെയ്യുക? സംഭവിക്കുക. അപ്പോൾ കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള ഇസ്ലാമിക് തിയറി എന്താണ് എന്നതിനെ ഈ 3 തിയറികളെ ബേസ് ചെയ്താണ് ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് ലോ ഉള്ളത് എന്നതാണ്. അപ്പോൾ അതിൽ വെൽത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് പറയാം. വെൽത്തിൻ്റെ ഡെഫിനിഷൻ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുആമലാത്ത് മാലിയയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. 2 ധാരയാണ് മാലിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലുള്ളത്. ഒന്ന് ഹനഫി മദ്ഹബ് മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു ധാരയാണ്. രണ്ടാമത്തത് ബാക്കിയുള്ള 3 പ്രധാനപ്പെട്ട മദ്ഹബുകളും പ്രതിനിധീകരിക്കുന്ന ഒരു ധാരയാണ്. അതനുസരിച്ച് ആ ഡെഫിനിഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് നമുക്ക് വെൽത്ത് എന്താണ് എന്നുള്ളത് ജനറലി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടുന്ന ഒരു ഏരിയയാണ്. കാരണം സാമ്പത്തിക വ്യവഹാരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ നമ്മൾ ഇടപാട് നടത്തുന്ന മാല് ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നതുകൂടി നിശ്ചയിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അതിന് ബാധകമായ നിയമം എന്താണ് എന്നുള്ളത് തീരുമാനിക്കുക. ഇപ്പോൾ അൽ മാലുൻ നാമി വൽ മാലു ഗൈറുൻ നാമി എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് മാലിൻ്റെ കാര്യത്തിൽ. വെൽത്ത് എന്ന് പറഞ്ഞാൽ മാലാണ് കേട്ടോ, എൻ്റെ കാര്യത്തിൽ. അപ്പോൾ വളർച്ചയുള്ള സമ്പത്തും വളർച്ചയില്ലാത്ത സമ്പത്തും ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു എഫക്റ്റ് വരിക എവിടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാണ്? സക്കാത്തിലാണ്. സക്കാത്ത് നിയമങ്ങൾ പഠിക്കുമ്പോൾ അതിൽ 1ാമത്തെ കാറ്റഗറിയിൽ വരുന്ന മാലിനെ സക്കാത്ത് ബാധകമാകുന്നുള്ളൂ. നാമിയല്ലാത്ത ഇല്ലാത്ത സമ്പത്തിന് എന്തില്ല? സക്കാത്ത് ഇല്ല. ഇങ്ങനെ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക? നിയമങ്ങൾ ബാധക. മിസ്ലി ഖിയമി എന്ന വിഭജനം മാലിൻ്റെതുണ്ട്. ഇസ്തിഹ്ലാക്കി ഗൈറു ഇസ്തിഹ്ലാക്കി എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്ത് പാടെ ഇല്ലാതാകുന്നതും നമ്മൾ ഉപയോഗിച്ചാലും അത് നിലനിൽക്കുന്നതുമായ സമ്പത്തുണ്ട്. മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നത്. അത് നമുക്ക് വേറെ അത് ചെയ്യണമെങ്കിൽ പിന്നീട് ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് അഖാറും മൻകൂലും, മൂവബിൾ അല്ലാത്തതുമായ ധനങ്ങൾ. അഖാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നത്, അതിനെ ആ സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്പോട്ടിലേക്ക് മാറ്റാൻ പറ്റാത്ത ചിലതുണ്ട്. ഇപ്പം ലാൻഡ് അതാണ്. ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അത് അഖാർപ്പെട്ടതാണ്. അഖാറാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ റിയൽ എസ്റ്റേറ്റിനാണ് പറയാം. അപ്പം അത് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നത്. അതേ സമയത്ത് കാറ് അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഇത് മൂവബിളാണ്. അപ്പം ഇത് രണ്ടിനും 2 തരം നിയമങ്ങൾ ആണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഉള്ളത്.
എങ്ങനെ? ആ ആ അതിന്റെ വിഭജനം വേറെയാണ്. ഇപ്പോൾ ഈ സമ്പത്തിനെ അയ്യാന് മനാഫിയ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, വസ്തുക്കൾ, ഉപകാരങ്ങൾ, ബെനിഫിറ്റുകൾ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ബെനിഫിറ്റാണ്, അതൊരു വസ്തുവായിട്ട് കൈപ്പറ്റാൻ പറ്റൂല. ഇപ്പോൾ റൈറ്റ്സ് ഒക്കെ, ഇപ്പോൾ പുതിയ കാലത്തെ പേറ്റന്റ് റൈറ്റ്, പിന്നെ റോയൽറ്റി, ഇങ്ങനെയുള്ള റൈറ്റ്സ് ഒക്കെ പിന്നെ മനാഫിയയിലാണ് വരിക. അത് കാരണം അത് നമ്മൾ കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഒരു വസ്തു അല്ല കൈമാറ്റം ചെയ്യുക, സർവീസാണ്. റൂട്ട്സ് ആൻഡ് സർവീസസ് എന്നാണ് അതിൻ്റെ ടേം. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിൻ്റെ നിയമങ്ങൾ തീരുമാനിക്കുക. ഇനി സമ്പത്തിനോടുള്ള ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് തീരുമാനിക്കുന്നിടത്തുള്ള കാര്യം ഒന്ന്, ഞാൻ നേരത്തെ അഖീദയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തത്, സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്, മനുഷ്യൻ അതിൽ പിന്നെ ട്രസ്റ്റി മാത്രമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തത്, മാലുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ സമീപനത്തിൽ പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ ഒരു ജൈവിക അല്ലെങ്കിൽ പ്രകൃതിപരമായ പ്രകൃതത്തിൽപ്പെട്ടതാണ് എന്ത്? സമ്പത്തിനോടുള്ള ഹുബ്ബുൽ മാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനുഷ്യന്റെ പ്രകൃതത്തിൽ, എല്ലാ മനുഷ്യന്റെയും പ്രകൃതത്തിൽ ഉള്ളതാണ്. മൂല്യമുള്ളത്, വിലയുള്ളതിനെ കൈവശപ്പെടുത്തുക, ഉടമപ്പെടുത്തുക എന്ന ഒരു ത്വര മനുഷ്യനിലുണ്ട്. ഇസ്ലാം അതിനെ നിരാകരിക്കുകയല്ല ചെയ്തത്, ഇസ്ലാം അതിനെ അംഗീകരിക്കുകയും അതിനെ വ്യവസ്ഥപ്പെടുത്താൻ ആവശ്യമായ നിയമങ്ങൾ നൽകുകയുമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ സമ്പത്തിനോട് മനുഷ്യന് പ്രകൃതിപരമായി ഉണ്ടാകുന്ന സ്നേഹം, ഇഷ്ടം, താല്പര്യം, അതിനെ ഇസ്ലാം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മറ്റൊന്ന്, പിന്നെ സമ്പത്തിനെ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ നട്ടെല്ലായി, ആധാരമായി കണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ലാ തുഅ്തു അംവാലക്കും വലാ തുഅ്തു സുഫഹാ അംവാലക്കുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമായി നിശ്ചയിച്ച നിങ്ങളുടെ സമ്പത്ത് വിഡ്ഢികൾക്ക് കൊടുക്കരുത് എന്ന് ഖുർആന്റെ ഒരു നിർദ്ദേശമാണ്. അപ്പൊ അവിടെ മാലിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനുള്ള അനിവാര്യമായ കാര്യം എന്നുള്ള നിലക്കാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മാലിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. മറ്റൊരു കാര്യം, അൽ മാലു ഫിൽ ഇസ്ലാമി വസീലത്തുൻ വലൈസത് ഗായതൻ. മാൽ ഇസ്ലാമിക് കൺസെപ്റ്റിൽ അതൊരു ലക്ഷ്യമല്ല, അതൊരു മാർഗം മാത്രമാണ്. സമ്പാദ്യം എന്നതിനെ എന്ത് ചെയ്യാൻ പാടില്ല? അത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായി കാണാൻ പാടില്ല. അത് ജീവിതത്തിന് ആവശ്യമായ ഒരു മീഡിയം എന്നുള്ള നിലക്കാണ് അതിനെ കാണേണ്ടത്. റെസ്പോൺസിബിലിറ്റി നോട്ട് ദ പവർ. മസ്ഊലിയത്തുൻ വലാ സുൽത്ത ലാ സുൽത്ത. സമ്പത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റെസ്പോൺസിബിലിറ്റിയാണ്, അതെന്തല്ല, അതൊരു അധികാരമല്ല. ഒരാൾക്ക് സമ്പത്ത് കൈവരുന്നു എന്ന് വന്നാൽ അയാൾ അത്ര അളവിൽ റെസ്പോൺസിബിൾ ആകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ അയാൾക്ക് എന്തോ പവർ നൽകപ്പെട്ടിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, പ്രൊട്ടക്ഷൻ ഓഫ് വെൽത്ത് ഈസ് വൺ ഓഫ് ദ ഹയർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ശരിയ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. തിയറി ഓഫ് വെൽത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ടത് ഒരു കാര്യം മസാദിറുൽ മാൽ എന്നതാണ്. ഈ വെൽത്തിന്റെ റിസോഴ്സുകളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം എന്താണെന്നുള്ളതാണ്. ഇപ്പം വെൽത്തിന് പല രൂപങ്ങളുണ്ട്. അങ്ങനെ ആ പല രൂപത്തിലുള്ള ഏത് രൂപത്തിലുള്ള വെൽത്ത് ആയാലും അതിൻ്റെ റിസോഴ്സുകൾ ധാരാളമുണ്ട്. പക്ഷെ ആ റിസോഴ്സുകളെല്ലാം ബേസിക്കലി അത് എവിടെയാണ്? ഫിൽ കൗൻ. അള്ളാഹു സമ്പത്ത് മുഴുവൻ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിലാണ്. അപ്പൊ കൗനാണ് അതിൻ്റെ ബേസിക് സോഴ്സ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സർവാത്ത് വെൽത്ത് പല രൂപത്തിൽ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനകൾ അനുസരിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഏത് കാലത്തും ആ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായ അളവിൽ സാമ്പത്തിക റിസോഴ്സുകൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നതാണ്. ഇത് മോഡേൺ എക്കണോമിക്സ് സ്ഥാപിച്ചെടുത്ത തിയറിക്ക് വിരുദ്ധമാണ്. മോഡേൺ എക്കണോമിക്സിൽ ഏറ്റവും ആദ്യം മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ നമുക്കറിയാം. അതനുസരിച്ച് ഇവിടെ വിഭവങ്ങൾ കുറവാണ്, പോപ്പുലേഷന്റെ വളർച്ചക്കനുസരിച്ച് അല്ല റിസോഴ്സുകളുടെ വളർച്ചയുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട
എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? സ്കാഴ്സിറ്റിയാണ്. ഇവിടെ റിസോഴ്സിന് കുറവുണ്ട്, വിഭവങ്ങൾക്ക് കുറവുണ്ട് എന്നതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ നിലപാടുകളും ഉണ്ടാവുക. അപ്പൊ ആ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്തത്, ഹെൽ ഈസ് അതർ പീപ്പിൾ എന്ന തിയറിയൊക്കെ വന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം താൻ അല്ലാത്തവരെല്ലാം നരകമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവിക്കാനുള്ളതിൽ മറ്റുള്ളവർ കൂടി പങ്കുവെറ്റുന്നതോട് കൂടി എന്ത് ചെയ്യും, അവർ എനിക്കൊരു നരകമായി മാറും എന്നുള്ള തിയറികളൊക്കെ ഉണ്ടായി വന്നത് അങ്ങനെയാണ്. ഇതിനെ ഇസ്ലാം നേരിടുന്നത് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ തന്നെ അറിയപ്പെടും. ഇതിന് വിരുദ്ധമായ തിയറികൾ പിന്നെ മോഡേൺ എക്കണോമിക്സിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പെസിമിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ പെസിമിസ്റ്റിക് തിയറി ഓഫ് പോപ്പുലേഷൻ എന്നതാണ് മാൽത്തൂസിയൻ തിയറിയെ വിശേഷിപ്പിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് തിയറി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള തിയറികൾ വന്നിട്ടുണ്ട്. മനുഷ്യന്റെ പോപ്പുലേഷൻ വർദ്ധിക്കുക എന്നുള്ളത് ഇവിടെ റിസോഴ്സുകളെ വർദ്ധിപ്പിക്കാൻ ഗുണകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നതാണ്. ഹ്യൂമൻ റിസോഴ്സ് ഫൈനാൻഷ്യൽ റിസോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ തിയറികൾ പിന്നീട് മോഡേൺ എക്കണോമിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം അവിടെയാണ് നിൽക്കുന്നത്. ഇസ്ലാമിന് റിസോഴ്സുകളെ കുറിച്ചും പോപ്പുലേഷനെ കുറിച്ചുമുള്ള കൺസെപ്റ്റ് വളരെ ഒപ്റ്റിമിസ്റ്റിക്കാണ്, വളരെ ശുഭപ്രതീക്ഷയിൽ അധിഷ്ഠിതമാണ്. പിന്നെ മാമിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാഹ് ഓരോ ജീവിക്കും അതിന് തിന്നാനുള്ളത്, അതിന് അനുഭവിക്കാനുള്ള വിഭവം ഒരുക്കാതെ അല്ലാഹ് എന്ത് ചെയ്യൂല, ഒന്നിനെയും പടക്കുകയില്ല, അങ്ങനെ പടച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്ക് ആവശ്യമായ വിഭവങ്ങൾ ഈ ഭൂമി, ഇവിടെ എന്തില്ല, വിഭവ കമ്മിയില്ല, വിഭവ വിതരണത്തിലെ പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഈ ഭൂമിയിലെ വിഭവങ്ങൾ എന്നുമല്ല, സ്റ്റേബിളും അല്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ മാറാതെ നിൽക്കല്ല, അതിന് വളർച്ചാ സാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്, വസ്സമാ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, ആകാശത്തെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ്. വഇന്നാ ലമൂസിഊൻ, നാം അത് എന്ത് ചെയ്യുന്നത്, അതിനെ ഇങ്ങനെ വികസിപ്പിച്ച് വിശാലമാക്കി കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന സൂചനയിൽ നിന്ന് ഇസ്ലാമിക് എക്കണോമിസ്റ്റുകൾ റീഡ് ചെയ്തിട്ടുള്ളത് അത് ഭൂമിയിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങളുടെ വർധനയെ കുറിച്ചാണ്. ഇപ്പൊ ആകാശം ഭൂമിയിലെ വിഭവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആകാശമാണ്. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുകയും കൃഷി ഉണ്ടാവുകയും ചെയ്തിട്ടാണ് ഇവിടെ പ്രധാനമായിട്ട് റിസോഴ്സുകൾ ഉണ്ടാകുന്നത്. അതെന്തല്ല, അത് ഇങ്ങനെ ഒരിക്കലുണ്ടായി നിലച്ചു പോകുന്ന ഒന്നല്ല. അതിങ്ങനെ മഴ പെയ്യുന്നു, എല്ലാ കാലത്തും മഴ പെയ്യുന്നു, ഭൂമിയിൽ ചെടികൾ മുളക്കുന്നു, അങ്ങനെ ഭക്ഷ്യോൽപാദനം നടക്കുന്നു, ആളുകൾക്ക് ആവശ്യമായത് കിട്ടുന്നു. അപ്പൊ ഇതിങ്ങനെ മുത്തജദ്ദിദായ റിസോഴ്സുകളാണ് ഇതൊക്കെ. അതല്ലാതെ ഇത് പരിമിതമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഒരു രാജ്യത്തിനകത്ത് അവിടെയുള്ള പോപ്പുലേഷനിൽ ഇത്ര ആളുകൾക്ക് അനുഭവിക്കാനുള്ള വിഭവങ്ങളെ അവിടെ ഉള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ അധികപ്പറ്റാണ്. അപ്പൊ അവരെ ആട്ടിപ്പുറത്താക്കാനുള്ള സംഘർഷങ്ങൾ, കലാപങ്ങൾ, ഇതൊക്കെ ലോകത്ത് നടമാടിയിട്ടുള്ളത് ഈ തിയറികളുടെയും ഈ സങ്കല്പങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിൽ ആ കൺസെപ്റ്റ് നേരെ വിപരീതമാണ് എന്നതാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ടത്. പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം ഇതവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് മിൽക്കിയത്തിനെ കുറിച്ചുള്ള കാര്യവും അഖദുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് വരിക. പിന്നെ അപ്പോൾ അത് മായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ ചിലപ്പോൾ ഷമീൽ സാഹിബിൻ്റെ ഒരു അവതരണത്തിൽ വരികയായിരിക്കും. സമയം ഇതിലേറെ അധികരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചർച്ചകൾ നടക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വല്ല ക്വസ്റ്റ്യൻസും നമ്മുടെ ഡിസ്കഷൻ്റെ സമയത്ത് നിങ്ങൾ ഉന്നയിച്ചാൽ ആ സമയത്ത് അതിന് പ്രതികരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് ഞാനിപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ, പഠിക്കാൻ, അതുവഴി ഒരു അവയർനെസ് ഉണ്ടാകാൻ, ഈ മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അതുവഴി നമുക്ക് വൈജ്ഞാനികമായ കരുത്തുണ്ടാവാനൊക്കെ അല്ലാഹ് സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.